ഇനി നമുക്ക് മലയാളികൾക്ക് വലിയ അഭിമാനമാകുന്ന ഒരു പെൺകുട്ടിയുടെ സാഹസിക നിറഞ്ഞ ജീവിതയാത്രയെക്കുറിച്ചാണ്. പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പട്ടാമ്പിയിലെ അതുല്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പരതുന്ന എല്ലാ മലയാളികൾക്കും വ്യക്തമായി അറിയാം. ലോകത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കാതിരിക്കാൻ അതുല്യയുടെ കരസ്പർശം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആഴക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് നിഷ്പ്രയാസം നീന്തി ചെല്ലുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമേഴ്ഷ്യൽ ഡൈവറാണ് KV അതുല്യ. അതുല്യ നമ്മളോടൊപ്പം വൈകാതെ ലൈവിൽ ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനു മുൻപ് അതുല്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. പട്ടാമ്പിയിൽ കടലില്ല. ആകെയുള്ളത് പെരുമഴക്കാലത്ത് മാത്രം നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ മാത്രം. പട്ടാമ്പിക്കടുത്ത് മുതുമല ഗ്രാമത്തിലെ കരുവാൻപടിക്കാരിയായ KV അതുല്യ കൂട്ടുകൂടിയത് കടലിനോടായിരുന്നു. സാഹസികമായി കടലിന്റെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്തു പോയി ലോകത്തിന്റെ നിർണായകമായ നിലനിൽപ്പ് തന്നെ ഉറപ്പാക്കുന്ന ദൗത്യമാണ് ഈ പെൺകുട്ടി തന്റെ ജീവിതമാർഗമായി തെരഞ്ഞെടുത്തത്. അതായത് നമ്മുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമെല്ലാം തടസ്സമില്ലാതെ ഇന്റർനെറ്റ് എത്തിക്കുന്നതിനും പാചകവാതകം മുടങ്ങാതിരിക്കുന്നതിനുമെല്ലാം പിന്നിൽ നമ്മളൊന്നും കാണാത്ത കടലാഴങ്ങളെ തൊഴിലിടമാക്കി തെരഞ്ഞെടുത്ത അതുല്യയെപ്പോലുള്ളവരാണ്. സ്കൂബ ഡൈവിംഗ് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നടത്തുന്ന ഉല്ലാസമാണ് അതുല്യയ്ക്ക്. പക്ഷേ അത് ജോലിയാണ്. ഏറെ അപകട സാധ്യത നിറഞ്ഞ ഉപജീവന മാർഗമാണ്. കടലിനടിയിലൂടെ പോകുന്ന എണ്ണ വാതക പൈപ്പ് ലൈനുകളോ ഇന്റർനെറ്റ് കേബിളോ തകരാറിലായാൽ വെൽഡിംഗ് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഇവരാണ്. തന്ത്രപ്രധാന പൈപ്പ് ലൈനുകളുടെയും കേബിളുകളുടെയും പരിപൂർണ പരിപാലന ചുമതല അതുല്യയെപ്പോലുള്ള കൊമേഴ്സ്യൽ ഡൈവർമാരുടെ ഉത്തരവാദിത്തമാണ്. കോവളം, കൊച്ചി, ആൻഡമാൻ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നാണ് അതുല്യ സ്കൂബ ഡൈവിംഗ് പരിശീലനം നേടിയത്. കൊച്ചിയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് അവസരം ലഭിച്ചത്. 12 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന പരിശീലനമാണ് സ്കോളർഷിപ്പോടുകൂടി അതുല്യയുടെ ജീവിതം മാറ്റിമറിച്ചത്. കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ നമ്മൾ കുറച്ചും കൂടി ഹെവി എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂബ ആകുമ്പോൾ റിക്രിയേഷണൽ ഏരിയ ആണ്. സോ ഉണ്ട്, ഹെവി ആണ്. ബട്ട് അതിലും നമുക്ക് കുറച്ചും കൂടി ഈ എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു തരത്തിൽ നമ്മൾ ആ ഒരു പൊസിഷൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എർത്തായിട്ട് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകാനുള്ള ചാൻസസുകൾ ഉണ്ട്. പിന്നെ ഡൈവിങ്ങിലാണെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകാന്നുള്ള ഓരോ ദിവസവും നമുക്ക് റിസ്ക് തന്നെയാണ്. ഭാരമേറിയ സാങ്കേതിക സുരക്ഷാ സംവിധാനമൊക്കെയായി മണിക്കൂറുകളോളം കടലിനടിയിൽ കഴിയണം. ആക്രമണകാരികളായ മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും പലപ്പോഴും ഭീഷണിയാകാറുണ്ട്. എന്നാൽ ഈ തൊഴിലിനോടുള്ള അതീവ താല്പര്യം കാരണം എല്ലാ അപകട സാധ്യതകളെയും നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. ശക്തമായ അടിക്കടൽ പ്രവാഹങ്ങളെയും സ്റ്റോൺ ഫിഷ്, സ്റ്റിംഗ്രേ പോലുള്ള അപകടകാരികളായ സമുദ്രജീവികളെയും നേരിട്ടുകൊണ്ടാണ് അവർ ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നത്. കടലിനടിയിൽ തിരുവനന്തപുരം തീരത്തുണ്ടെന്ന് പറയപ്പെടുന്ന ഗുഹകൾ, കുഞ്ഞാലിമരക്കാരുടെ ഒളിത്താവളമെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് പുരാതന ബോട്ടുകളുടെയും പീരങ്കി ആക്രമണങ്ങളുടെയും ശേഷിപ്പുകളായ തെളിവുകൾ എന്നിവയുണ്ടെന്ന സംശയമായി രേഖപ്പെടുത്തണമെന്നതാണ് അതുല്യയുടെ സ്വപ്നങ്ങളിലൊന്ന്. നമ്മുടെ നാട്ടുകാരിയായ ആഴക്കടലിനടിയിലെ സാഹസിക ദൗത്യം ജീവിതമാർഗമായി തെരഞ്ഞെടുത്ത അതുല്യ പക്ഷേ കേരളത്തിന് ഇന്നും അത്ര സുപരിചിതയല്ല. നമ്മുടെ അഭിമാനമാണ് ഈ 29കാരി. അവധിക്ക് നാട്ടിലെത്തി ഉടൻ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ കടലിനടിയിൽ ജോലിയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. ന്യൂസ് 18 പട്ടാമ്പി. അപ്പോൾ കടലാഴങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ അഭിമാനമായ അതുല്യ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. അതുല്യ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കടലാഴങ്ങളിലേക്ക് പോവുക, അതൊരു കൊമേഴ്ഷ്യൽ ഡൈവർ എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളെ കാണുക, ഇത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചിതമുള്ള ഒരു പ്രൊഫഷൻ അല്ല. അതുല്യ എങ്ങനെയാണ് ഈ പ്രൊഫഷനെ കുറിച്ച് മനസ്സിലാക്കിയതും അതിലേക്ക് കടന്നു വന്നതും? സത്യത്തിൽ ഞാൻ ആദ്യം ഒരു കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഒരു പ്ലാനിങ്. ഞാൻ ജസ്റ്റ് എങ്ങനെങ്കിലൊക്കെ പോലീസിലൊക്കെ ചൈൽഡ്ഹുഡ് അംബീഷനൊക്കെ ചെയ്തത് ഞാൻ അങ്ങനെയായിരുന്നു പോലീസ് ഓഫീസറാണെന്ന്. പക്ഷെ എങ്ങനോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു
ചെറുതായിട്ട് ഇങ്ങനെ എന്തോ എന്താ കുറെ സ്ത്രീകൾ ഇങ്ങനെ കടന്നു ചെല്ലാത്ത കുറച്ച് ഏരിയകളുണ്ട്. ചില ജോബുകളിൽ പുരുഷന്മാരാണ് എപ്പോഴും. സോ സ്ത്രീകൾ ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന് ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ഈ സ്കൂബ ഡൈവിങ്ങും സ്കൈ ഡൈവിങ്ങും ഒക്കെ നമ്മൾക്ക് സംസാരിക്കുന്നത്. സോ അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് ഞാനത് ഓക്കെ എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടാ, എന്തുകൊണ്ടാണ് അവര് മാത്രം ചെയ്യുന്നത്, എനിക്കൊന്ന് ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ അതിനെ പറ്റി ഗൂഗിൾ ചെയ്യുന്നതും കോവളത്തിൽ പോയി പഠിക്കുകയെല്ലാം ചെയ്തത്. ചലഞ്ചിങ് ഇത് തന്നെയായിരുന്നു. അതൊരു മെയിൽ ഡൊമിനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. സോ എങ്ങനെയാണ് അവരായിട്ട് മല്ലടിച്ച് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതുല്യ ഒന്ന് തുടരുക. ഒരു ചെറിയ ഒരു സാങ്കേതിക പ്രശ്നം ഒന്ന് പരിഹരിക്കണം. ആ ശബ്ദം ഒന്ന് നമുക്കൊന്ന് ക്ലിയർ ആക്കണം. അതിനു മുമ്പ് അതുല്യയെക്കുറിച്ച് നമുക്കൊന്ന് അറിയണം. അതായത് നമുക്ക് മലയാളികൾക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു മേഖലയിലേക്ക് കടന്നു എന്ന് അഭിമാനകരമായ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് പട്ടാമ്പിക്കാരിയായ അതുല്യ. സാഹസികത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലാണല്ലോ ഉപയോഗപ്പെടുത്തുന്നത്. സാഹസികത തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് അതുല്യ. നമുക്കറിയാം കടലിനടിയിലൊക്കെ ഒരുപാട് കേബിൾ ശൃംഖലകളും ഒരുപാട് സാങ്കേതിക കാര്യങ്ങളും പൈപ്പുകളും ഒക്കെ ഉണ്ട്. അതുവഴിയാണ് നമുക്ക് ഗ്യാസ് കിട്ടുന്നത്. ഒപ്പം നമ്മുടെ പലതരത്തിലുള്ള നിത്യജീവിതത്തിലെ നിർണായകമായ പല കാര്യങ്ങളും കടലിനടിയിലൂടെ പോകുന്ന പല സംഗതികളുമുണ്ട്. അവിടെയൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രൊഫഷണൽ ഡൈവേഴ്സാണ് ഇറങ്ങിച്ചെന്നിട്ട് വെൽഡിങ് അടക്കമുള്ള കാര്യങ്ങൾ, ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. അത് പുരുഷന്മാരാണ് കൂടുതലും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മേഖലയുടെ ഒരു പ്രത്യേകത. പക്ഷേ വളരെ ധൈര്യപൂർവ്വം അഭിമാനപൂർവ്വം തൻ്റെ പ്രൊഫഷനായി തിരഞ്ഞെടുത്ത ഒരു സംഗതിയായി ഇത് അതുല്യ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുല്യയുടെ ഒരു പ്രത്യേകത. അതുല്യ നേരത്തെ ഒരു സാങ്കേതിക പ്രശ്നം കാരണമാണ് ഒരു ബ്രേക്ക് വന്നത്. തുടരാം, ഇപ്പോൾ കൃത്യമായും തോന്നുന്നു. തീർച്ചയായും. സോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടീച്ചറുടെ ഒരു വേർഡിൽ നിന്നാണ് ഞാൻ ഈ ഡൈവിങ്ങിലേക്ക് വരുന്നത്. ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഇതൊക്കെ തന്നെയായിരുന്നു. എങ്ങനെയാണ് ബോയ്സിനായിട്ട് എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഫസ്റ്റ് ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ നോ പ്രോബ്ലം, എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറമായിരുന്നു. പിന്നീട് അവിടുന്ന് ആൻഡമാൻ, പിന്നെ അതുപോലെ തന്നെ കൊച്ചി, അവിടെ എല്ലാം വർക്ക് ചെയ്ത് സ്കൂബ ഡൈവിംഗ് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെ ജാക്ക് ഡാൻസേഴ്സിനാണ് എനിക്ക് ഇതുപോലെ ഒരു ഓഫർ വരുന്നത്. അവർ ജസ്റ്റ് ഇവിടെ വന്ന് കണ്ടിട്ടേ ഉള്ളൂ, കണ്ടിങ്ങനെ സംസാരിച്ചു പോയി. പിന്നീട് ഒരു മെസ്സേജിലൂടെ അവർ എന്നെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. അത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ ഡൈവർ എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാനില്ല, ശരിയാണ്, ഇത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു പഠിക്കാൻ. സോ സേവിങ്സ് ആയിട്ട് ഒരു 2 ഇയേഴ്സിനുള്ളിൽ വരാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അല്ല, നമ്മൾ തന്നെയാണ് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ. ഈ പഠനം ഇത് കോവളത്താണല്ലേ അതുല്യ പഠിച്ചത്? കോവളത്ത് പഠിക്കുമ്പോൾ നമുക്ക് സാധാരണ കമേഴ്ഷ്യൽ തരത്തിലുള്ള, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ അല്ല, സാധാരണ പ്രൊഫഷണൽ ഡൈവിംഗ് ഒക്കെ ആയിരിക്കും പഠിച്ചു വന്നത്. പിന്നെ ഇതിന് മറ്റ് പല സാങ്കേതിക കാര്യങ്ങളും മനസ്സിലാക്കണമല്ലോ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങണമെങ്കിൽ. അങ്ങനെ ഒരു അറിവും എങ്ങനെയാണ് കിട്ടിയത്? ഈ കൊമേഴ്ഷ്യൽ ഡൈവിനെ പറ്റിയിട്ടാണ്. അതെ. ഇപ്പൊ സാങ്കേതികമായ പല കാര്യങ്ങളും ഇതുമായിട്ട് സാങ്കേതികമായ പല കാര്യങ്ങളും കൂടി ചേർത്ത് വെക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ അതിലൂടെ പ്രൊഫഷൻ. കേവലം ഡൈവിംഗ് മാത്രമല്ല. ഇല്ല. നമുക്കിപ്പോ ഡൈവിംഗിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇന്ന ഡൈവിങ്ങുകൾ ഉണ്ട്, അല്ലെ ഡൈവിംഗ് മേഖലകൾ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയാസ് നമുക്ക് ഡൈവിംഗിലുള്ളവർക്ക് കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് അതിൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂബേന്റെ മാസ്കിന് പകരം നമ്മൾ കെബിമോഗെന്നുള്ള ഹാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെയുള്ളതൊക്കെ എക്യുപ്മെന്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ എങ്ങനെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്ന് പഠിക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് ഒപ്പം ഇത്തരമൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടിലെ ഒരു തീരുമാനം, അവരുടെ അഭിപ്രായമൊക്കെ എന്തായിരുന്നു? അവരുടെ പൂർണ്ണ പിന്തുണയായിരുന്നു അതോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ അല്പം പാടുപെട്ടോ? അതെ, പാടുപെട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പാലക്കാടുകാരാണ്, നമുക്ക് കടലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഞാൻ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോഴും അവർക്കും ബുദ്ധിമുട്ടായിരുന്നു. എന്താ കുട്ടി പറയണത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാന്. അപ്പോഴും അവർ ആദ്യം വിചാരിച്ചത് ഇതിന്റെ സർഫേസിന്റെ മേലെ, അല്ലെങ്കിൽ കടലിന്റെ മേലെ ആയിരിക്കും എന്നുള്ളതാണ് അവർ വിചാരിച്ചത്. പക്ഷെ അല്ല, പിന്നീട് കടലിന്റെ അടിയിലാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്റെ ആന്റിയുടെ ഹസ്ബൻഡ് നേവിയിലായതുകൊണ്ട് അങ്കിളുടെ കുറച്ചൊരു സഹായം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇതൊക്കെ കേട്ടപ്പോഴും എന്റെ അച്ഛനും അമ്മയും ഓക്കെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നോ ഇഷ്യൂസ്, പൊയ്ക്കോളൂ എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോ അവരെയൊക്കെ പാനിക് ആക്കാണ്ടാണ് ഇത്രയും ദിവസം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കടലിലാണ് ജോലി എന്ന് അറിയാം, എങ്കിലും അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയില്ല, ഇല്ല ഞാൻ ഇവിടെ സർപ്രൈസിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയും. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ തുറന്നു പറയൽ തുടങ്ങി, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയൽ തുടങ്ങിയപ്പോ എന്റെ പാരന്റ്സ് ഓ മൈ ഗോഡ്, ഒരു കുട്ടി ഇത്രയും വലിയ ജോബാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ അവര് പാനിക് ആക്കാണ്ട് കൊണ്ടുപോകുമായിരുന്നു ഞാൻ ആക്ച്വലി. അപ്പോൾ ഈ ജോലിയുടെ ഒരു സ്വഭാവം എന്താണ് അതുല്യ? ഈ ദക്ഷിണാഫ്രിക്കയിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ കടലിനടിയിലേക്ക് ചെല്ലുക, ഈ പൈപ്പുകളുടെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, മറ്റ് ഒരു സ്വഭാവം എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തൊക്കെയാണ് അതുല്യ ചെയ്യുന്നത് അവിടെ? അവിടെ നമുക്ക് അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എല്ലാ വർക്കും വരും. നമുക്ക് അങ്ങനെ കുറച്ച് വർക്കുകൾ എന്നുള്ളതില്ല. അപ്പൊ നമുക്ക് വിചാരിക്കും നമുക്ക് അണ്ടർ വാട്ടറിൽ പോയിട്ട് നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ വാട്ടറിൽ പോയിട്ട് ഇതുപോലെ സ്റ്റെപ്പുകൾ ഉണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് സംഭവങ്ങൾ നമുക്ക് പണിയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ വർക്ക്സുകൾ ഉണ്ടായിരിക്കും. അണ്ടർ വാട്ടറിൽ ഒരുപാട് പൈപ്പ് ലൈനുകൾ പോകുന്നുണ്ട്. ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അതുപോലെ തന്നെ പണ്ട് ഇതുപോലെ പോയിട്ടുള്ള കപ്പലുകൾ അല്ലെങ്കിൽ മുങ്ങി പോയിട്ട് വലിയ വലിയ ബോട്ടുകൾ ഉണ്ടായിരുന്നു, സാൽവേജ് വർക്ക്സ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ പോയി മുങ്ങി അത് എടുത്തു, അത് ചിലപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന വർക്കുകളായിരിക്കും. അത്രയും വലിയ കപ്പലുകളായിരിക്കും ചിലപ്പോൾ മുങ്ങി പോയിട്ടുണ്ടായിരിക്കും മുമ്പെങ്ങാനും. അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേർഡ് ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നത് ഈ അണ്ടർ വാട്ടർ വെൽഡിങ് എന്നുള്ളത്. നമുക്ക് അണ്ടർ വാട്ടർ വെൽഡിങ് ഞാൻ അണ്ടർ വാട്ടറിൽ പോയിട്ട് ചെയ്യും. എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ വെൽഡ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ ആണെങ്കിൽ വെൽഡ് ചെയ്യും. ഇനിയിപ്പോ എന്തെങ്കിലും കട്ട് ചെയ്യണം, ഇപ്പൊ ഇരുമ്പിന്റെ കഷ്ണോ അല്ലെങ്കിൽ മരത്തിന്റെ കഷ്ണോ, അങ്ങനെ എന്ത് വലിയ കഷ്ണങ്ങളോ എന്തെങ്കിലും അതിന്റെ എല്ലാ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട്, നമ്മൾ ഇവിടെയൊക്കെ വുഡ് കട്ട് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്തിട്ട് അണ്ടർ വാട്ടറിലാണെങ്കിൽ അത് കട്ട് ചെയ്ത് മൂവ് ചെയ്ത് മാറ്റുക. അങ്ങനെ ഒരു വിധത്തിലെല്ലാം. ഇനിയിപ്പോ ഡാം വർക്കുകൾ ഉണ്ടായിരിക്കും, ഈ ഡാമിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം, അങ്ങനെ അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എല്ലാ വർക്ക്സും നമ്മള് ചെയ്യണം. ഞാൻ അവിടെ അതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിരുന്നു. സോ നമ്മൾ അവിടെ പഠിപ്പിക്കും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടും കൂടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂടുതലും പുരുഷന്മാർ ജോലി ചെയ്യുന്ന ഒരു ഫീൽഡാണല്ലേ ഇത്? അതുല്യ മാത്രമാണോ കണ്ടു പരിചയിച്ച ഒരു വനിത? വേറെ ആരെങ്കിലും വനിതയുടെ കൂട്ടുകാരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഫീൽഡിൽ? ഇന്ത്യന്ന് ഇപ്പൊ ഇല്ലേ, ഞാൻ പഠിച്ച് ഇതാക്കുന്നവർ ഇതുവരെ ആരും വന്നിട്ടില്ല. കടന്നു വരണം. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, ഞാൻ ഇന്ന വിഭാഗത്തിൽ മാത്രം പറയുന്ന ഒരാളൊന്നുമല്ല. ആരാണെങ്കിലും കടന്നു വന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്താണെങ്കിലും ജോലി സമയത്താണെങ്കിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഉള്ള ഒരു ലേഡി, അതൊരു സൗത്ത് ആഫ്രിക്കൻ ലേഡി ആണ് അവിടുത്തെ ഒരു സൂപ്പർവൈസർ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ ആളൊക്കെയാണ് എന്നെ പഠിപ്പിച്ച് ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ എത്തിച്ച് തന്നത്. ഈ പ്രൊഫഷണലുമായി തന്നെ മുന്നോട്ട് പോകാനാണല്ലേ തീരുമാനം? അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഞാൻ പറയട്ടെ, അത് നമ്മളാരും ഡൈവിങ്ങിലുള്ള ഒരാളും പൈസ എന്നതിലുപരി നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലേക്ക് പോകുന്നത്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. സോ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഡൈവിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ് വെള്ളത്തിലേക്ക് പോകാന്, എന്നും കടലിന്റെ അടിയുടെ കാഴ്ചകൾ കാണാന്. ഈവൻ അവിടുന്ന് ഒരു പ്ലാസ്റ്റിക് ഒരു സംഭവം എടുത്ത് കരയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പൊല്യൂഷൻ മാറ്റാൻ പറ്റുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും ഉണ്ട് നമ്മുടെയൊക്കെ കടലിന്റെ അടിയിൽ മലിനമായിട്ടുള്ള കാര്യങ്ങൾ. ഈ കടലിന്റെ അടിയിൽ എന്ന് പറയുമ്പോൾ അപകടകരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. നമ്മളിങ്ങനെ കടലിനടി പോയി കണ്ടിട്ടില്ല, പക്ഷേ സിനിമകളിലോ കണ്ടിട്ടുള്ളത് ഒരുപാട് വിഷപ്പാമ്പുകൾ, ഉപദ്രവിക്കുന്ന മറ്റു ജീവികളും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതുലേക്ക്? ഇല്ല, നാം പറയട്ടെ, നമ്മള് ഡൈവിംഗ് എന്ന് പറയുന്നത് 100% സേഫ്റ്റി. നമ്മൾ തിയറിയും പ്രാക്ടിക്കലും എല്ലാം കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷമാണ്, തിയറി ആദ്യം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകുന്നത്. സോ ഇതിലെല്ലാം നമ്മൾ 100% സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂള് പ്രകാരം ഡോണ്ട് ടച്ച് എനിത്തിങ് അണ്ടർ വാട്ടർ എന്നുള്ളത്. നമ്മൾ അണ്ടർ വാട്ടറിൽ ഒരു സംഭവത്തെ നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ നമ്മൾ പറയുന്നത് വെള്ളത്തിന്റെ അടിയിൽ പോണ സമയത്ത് ആ മീനുകൾ പോലും, അവിടെയുള്ള ജീവജാലങ്ങൾ പോലും അറിയില്ല നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പോകുന്നത്.
പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഡൈസൈറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ച് ഇറങ്ങുന്ന ലൊക്കേഷനെ പറ്റി അവിടെയുള്ള ലോക്കൽസിനെ എടുത്ത് ചോദിച്ച്, അല്ലെങ്കിൽ അവിടെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ച് ചോദിച്ച്, അവിടെ ഇതിനു മുമ്പ് മരണങ്ങൾ നടന്നിട്ടുണ്ടോ, ആ മരണങ്ങൾ നടക്കാനുള്ള കാരണം, അങ്ങനെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ അവിടേക്ക് ഇറങ്ങുന്നത്. ഇതൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് അപകടങ്ങളിലേക്ക് പോകുന്നത്. സോ ഞങ്ങൾ എല്ലാവരും 100% സേഫ്റ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാലാവസ്ഥ ഇതാവണം, നമ്മൾ ഡൈവിന് ഇറങ്ങണേക്കാട്ട് മുമ്പാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മൾ കാലാവസ്ഥ നോക്കുന്നു. ഇന്ന് ഹൈ ടൈഡ് ആണോ ലോ ടൈഡ് ആണോ, അതുപോലെ തന്നെ മഴ കൂടുതലാണെങ്കിൽ അന്ന് നമ്മൾ ഡൈവിന് ഇറങ്ങത്തില്ല. സോ അത്രയും സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ അറ്റാക്കുകൾ ആണെന്നുള്ളത് അതൊക്കെ ദൈവത്തിന്റെ കയ്യില് അങ്ങനെ ഉണ്ടാവില്ല. ബട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അറിയാലോ, ഇതൊരു റിസ്ക് ആയിട്ടുള്ള ജോബാണ്. സോ അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. ഇതുവരെ ഒന്നും ദൈവം സഹായിച്ചിട്ട് 5 വർഷം ഞാൻ ഡൈവിങ്ങിൽ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച് അല്ലെങ്കിൽ സേഫ്റ്റി വശങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ അതുല്യ, ഏതായാലും ഒരു വലിയ ആശംസ. ഈ ഒരു എന്താണ് ഈ ധൈര്യത്തിനുള്ള ഒരു വലിയ അഭിനന്ദനം കൂടി നേരുകയാണ്. താങ്കളുടെ പ്രൊഫഷനിൽ വളരെ മിടുക്കിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ന്യൂസ് 8ൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ പട്ടാമ്പിക്കാരിയായ അതുല്യ കടലില്ലാത്ത പാലക്കാട്ട് നിന്ന് ആഴക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കായി ജോലി ചെയ്യുന്ന അതുല്യയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്.